Guys, welcome back to my channel. ഞാൻ മാളവികാസിൽ ഇപ്പോൾ ഗോവയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഏതൊരു സ്ഥലത്തിൻ്റെ പേര് ബെസ്ലിക്ക ബൂം ചർച്ച്. അപ്പോൾ ഞങ്ങൾ നടക്കുവാണെങ്കിൽ ഇതൊക്കെ കയറിയിട്ട് ക്യാമറ അലൗഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല. ഞങ്ങൾ നോക്കട്ടെ. ക്യാമറ അലൗഡ് അല്ലാതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ വിശുദ്ധ സെന്റ് ഫ്രാൻസിസിന്റെ ബോഡി ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു ആ ഒരു തിരുശരീരം കാണാന്നുള്ളത്. എന്താ പറയുക, 2020 ഏറ്റവും വലിയൊരു ലക്കി മൂമെന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാം വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുശരീരം കണ്ടതാണെന്ന്. എൻ്റെ ലൈഫിലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു ശരീരം കണ്ടതിനും. അതേപോലെ തന്നെ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ഫോണൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അത് ഷൂട്ട് ചെയ്യാതിരുന്നത്. അതിൻ്റെ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എന്താ നമുക്ക് കയറി കാണാൻ ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ക്യാമറാസ് ഒക്കെ ഇവിടെ മാസ്ക് വെച്ചില്ലെങ്കിൽ അപ്പം ഫൈനാണ്. ആൾക്കാർ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഫൈൻ അടയ്ക്കുന്നത് കേട്ടോ. നല്ല വെയിലാട്ടോ ഇവിടെ. നെക്സ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ. കാരണം ഞങ്ങൾ തളർന്നു, ഇവിടെ പോയിട്ട് തളർന്നു. 2 മണിയാ, അല്ല 1:30 കഴിഞ്ഞല്ലേ സമയം? 1:30 സമയം. 1:30 മണിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എടുക്കുള്ളൂ. കാരണം ക്ഷീണിച്ചു, അതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ ക്ഷീണിച്ചു. നല്ലോണം നടക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. നടക്കാനുണ്ടെങ്കിൽ നമുക്ക് കാണാനും അതിനനുസരിച്ച് ഉണ്ടായിരുന്നു. അതെ തന്നെ, നന്ദു പറഞ്ഞാൽ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അത്. ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുക. റിച്ച് എന്നാണ് ഹോട്ടലിന്റെ പേര്. ഗോവൻ ഫിഷ് താലി ഞങ്ങൾ കഴിക്കുന്നത്. ഞാൻ അങ്ങനെ മീനൊന്നും കഴിക്കാറില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് കഴിക്കട്ടെ. ഇത് പ്രോൺസ് തോരൻ പോലെ വെച്ചിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇതൊരു ഫിഷ് കറിയാണ്. പിന്നെ പ്രോൺസ് ഫ്രൈ, അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ഇട്ടൊരു സംഭവം. ഇതും പ്രോൺസ് കറിയാണ്. പിന്നെ ഷെല്ലിൻ്റെ കക്ക, അതിൻ്റെ ഒരു കറിയുണ്ട്. ചീരത്തോരൻ. പിന്നെ കിങ് ഫിഷ് ഫ്രൈ, അത് റവ മിക്സ് ചെയ്തിട്ടാട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ മിന്റിന്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ പായസം, അതാണല്ലോ എപ്പോഴും ഒരു മീൽസിന്റെ കൂടെ ഉണ്ടാവുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും മീൽസിന്റെ കൂടെ പായസം ഉണ്ടാവും.
എന്തെങ്കിലും പറയാണ്ടേ സ്ഥലത്തിനെ കുറിച്ചിട്ട്? കാണാൻ പോകുന്ന സ്ഥലം പറയാം. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ഈ സ്ഥലത്തിന്റെ പേരെന്താ? തോളാപ്പോള. അത് അടച്ചിട്ടേക്കൊന്ന് പറയുന്നുണ്ട്, നോക്കട്ടെ. അവിടെ വർക്ക് നടക്കാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടേക്ക് നമ്മൾ കേട്ടില്ല. ഈ സൈഡിലേക്ക് വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഉള്ളിലേക്ക് പോയാൽ കാണുന്ന ഭാഗം അതാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ പോയി നിൽക്കാം. ഈ ഒരു ഇത് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന വ്യൂ ഇതായിരിക്കും. ആ എഡ്ജിൽ പോയി നിന്നിട്ട് നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും. എന്ന് കാഴ്ചച്ച് പറയാൻ പറഞ്ഞു. നന്ദു ഗോവ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറയാനുള്ള ഗോവ കണ്ടിട്ട്? ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്നാലും മാക്സിമം പറ്റുന്ന ആൾക്കാർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, പറ്റുന്ന അത്രയും. ഇവിടെ ഫുള്ള് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനമൊന്നും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുമോ എന്നുള്ള അന്വേഷിച്ചടക്കുകയാണ്. എന്താ കിട്ടുക? ഇവിടെ ഫുള്ള് ഡ്രസ്സാ കണ്ടത്, വേറെ ഒന്നുള്ള ഐറ്റംസ് കണ്ടൊന്നുമില്ല. അങ്ങോട്ടേക്ക് ചെയ്ത് പോകാൻ കൊണ്ടുപോയി നോക്കാം. ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ബോട്ടിങ്ങിന് പോവാണ്. അപ്പൊ ഫാമിലി എല്ലാരും കൂടെയാ പോകുന്നത്. ഇത്തിരി പേടിയുണ്ട്, കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഇത്തിരി പേടിയുണ്ട്. ചെറുതായിട്ട് ഓഹോ എന്നെ കിട്ടില്ലല്ലേ? കിട്ടി കിട്ടി കിട്ടി. തിരിഞ്ഞാത് അതുകൊണ്ട് അതുകൊണ്ട് സൂപ്പർ എക്സ്പീരിയൻസ്. ഇതുകൊണ്ട് മറച്ചതുകൊണ്ടല്ലോ ഒരിക്കലല്ലേ അവര്. നീ എന്നെ എടുക്കാണ്ട് ചേച്ചി ഇപ്പത്തേക്ക് വരൂ. നീ ഇപ്പുറത്തൊന്നിരിക്കും. ഞാൻ ഫ്രണ്ട് വരാം. അമ്മേ ഞങ്ങളൊക്കെ എടുക്കണ്ടേ? ഞാൻ അവരെ എന്തെങ്കിലും പറയാണ്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസ് കയറിയിട്ട്? ഗോവയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഇതിനൊന്നും പല സ്ഥലത്ത് പോയി എടുക്കാം. എന്തെങ്കിലും പറയാണ്ടോ? അതിന് പാട്ടോ പൈഡിയോ എന്തെങ്കിലും ഉണ്ടോ? ജയിലെ കൊച്ചു പെണ്ണെ കൊട്ടു വേണം നമ്മളിപ്പോ പോകുന്ന ഈ റൈഡിനെ പറയുന്നത് ഡോൾഫിൻ വാച്ച് എന്നാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാൻ പറ്റുന്നവര് പറയുന്നത്. ഇപ്പൊ കടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൈഡിന് വേണ്ടിട്ട് 5,000 റുപ്പീസ് ആണ് ഈ ഒരു റൈഡിന് വേണ്ടിട്ട്. അതായത് ഇപ്പൊ ഫാമിലി ഫുൾ ഉണ്ട്. ഞങ്ങളുടെ ഒരു കറക്റ്റ് 12 പേർക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഫാസ്റ്റ് കൂടുന്നുണ്ടോ? ഡോൾഫിൻ
എനിക്ക് വണ്ടിക്ക് വരാൻ പറ്റാത്ത കാരണം ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകണം. ഞങ്ങൾ നടക്കുവാണ്. പ്രൈവറ്റ് വാൻ മാത്രമേ അകത്തേക്ക് പോവുള്ളൂ. പക്ഷെ ഞങ്ങളുടെ പ്രൈവറ്റ് ആയിരുന്നില്ല, ടാക്സിയാണ്. അപ്പോൾ ഇന്ന് നടക്കണം കുറെ. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് കടലിലേക്കുള്ളൊരു യാത്ര, ബോട്ട് റൈഡിങ് അടിപൊളിയായിരുന്നു. ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതേപോലത്തെ സോക്ക് കിട്ടിയില്ല, സൈസ് കിട്ടിയില്ല. അപ്പം ഞാനൊരു പച്ച സോക്കൊക്കെ എടുത്തു. ഞങ്ങള് കളർ ട്വിന്നിങ് എങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ പയ്യെ നടക്കുക. മുമ്പിലെ ആൾക്കാർ പോകുന്നുണ്ട്, അതേപോലെ തന്നെ പുറകിലും പോകുന്നുണ്ട്, വരുന്നുണ്ട്. നല്ല നടപ്പുണ്ട്. കുറെ നടക്കണം കേട്ടോ. 1 കിലോമീറ്ററിന് പറയുന്നുണ്ട്, പക്ഷെ തോന്നണില്ല. 1 കിലോമീറ്ററിന് മേലെ തോന്നുന്നു. നല്ല അടിപൊളി സൺസെറ്റും കണ്ടു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം സൺസെറ്റിൽ മുഴുകി നിന്നുപോയി. കുറെ നാളായില്ലേ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട്. അപ്പം ഇങ്ങനെ അത് കണ്ടു നിന്നുപോയി. പിന്നെ കുറെ ഡോൾഫിനെ കണ്ടു വീഡിയോ ഇതിൽ. എന്താണ് ബോട്ടിങ്ങിന് പോയപ്പോഴേക്കും അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്തു ഈ ഒരു ഏരിയയിൽ വന്നിട്ട്. ഇനി ബീച്ചിലേക്കൊക്കെ പോകണം, കാരണം ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആയിരിക്കും 31. പക്ഷെ എനിക്ക് ഈ വീഡിയോ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാൻ ലാപ്പൊക്കെ കൊണ്ടുവന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ നടക്കില്ല. ഞങ്ങൾ താമസിക്കുന്ന അവിടെ റേഞ്ച് എന്നൊരു സാധനം ഇല്ല. അതേപോലെ തന്നെ എല്ലാ ഏരിയയിലൊന്നും റേഞ്ച് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച കാര്യം നടന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഞങ്ങൾ 2-ാം തീയതി 1-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ട്രെയിൻ കയറും. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-ാം തീയതി 7 മണി, വെളുപ്പിന് 7 മണിയാകുമ്പോൾ എത്തുള്ളൂ. വെളുപ്പിനല്ലേ, രാവിലെ 7 മണിയാകുമ്പോൾ എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ന്യൂ ഇയറും കഴിഞ്ഞ് നമ്മുടെ 2021 ജാനുവരിയിലായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ കാല് നല്ല വേദനയുണ്ട്. അയ്യോ, കുറേ നടന്നു. ഒരുപാട് കടകളൊന്നും എനിക്ക് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ കടകൾ അതന്നെ, ഞങ്ങൾ പോയ ബീച്ചുകളിലൊന്നും അധികം കടയുണ്ടായിരുന്നില്ല. പിന്നെ കടയിൽ പോയപ്പോഴും വില പേശിയിട്ടാണെങ്കിലും കാര്യമില്ല, അവർ നല്ല റേറ്റാണ് പറയുന്നത് എല്ലാത്തിനും. ഭയങ്കര വില, നമുക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര വില. പ്രത്യേകിച്ച് മലയാളികളാണെന്നും കൂടെ കാണുമ്പോൾ റേറ്റ് കൂട്ടും. ബീച്ചിന്റെ കൂടി പോയി നോക്കണം. ഇനി കുറച്ചേപ്പം ഇപ്പോൾ ബീച്ചിലേക്ക് പോവാണ്. ഇനി അവിടെ കൂടെ പോയി നോക്കണം നമ്മുടെ റേറ്റിന് പറ്റിയതുണ്ടോയെന്ന്. കിട്ടിയാൽ മേടിക്കും, ഇല്ലെങ്കിൽ മേടിക്കില്ല. കിട്ടിയാൽ മതി എന്നാ ഇപ്പോൾ പ്രാർത്ഥന. ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി. കോൾവ ബീച്ചാണ്. ഞങ്ങളുടെ ന്യൂ ഇയർ ഇവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ മറ്റേ അവിടെയൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി പോയ സ്ഥലങ്ങളിലൊന്നും. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കടകളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. കഴിഞ്ഞില്ല നമ്മുടെ പരിപാടി. കൊടുത്തിട്ട് കിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് പോവാണ്. അതേപോലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി വ്ലോഗ് എടുത്തടക്കാനുള്ള ശേഷിയും എനിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വ്ലോഗ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസ നേരുന്നു. 2021 അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ. ഈ COVID-19 അങ്ങനെയുള്ള മഹാമാരിയൊക്കെ പോയി നമുക്ക് എല്ലാവർക്കും ബാക്ക് ടു നോർമൽ ലൈഫ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അതേപോലെ ഈ ഒരു 2020 ലാസ്റ്റ് ഡേ 31-ാം തീയതി ഞങ്ങളിവിടെ നല്ല എൻജോയ് ചെയ്ത് ആഘോഷിച്ച് സമാപിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലോ. ഹാപ്പി ന്യൂ ഇയർ.